ആ കൊച്ചിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനമായി കാണും. അയാളുടെ നിന്ന് പൈസ വാങ്ങിക്കണ്ടേ ദിനേശ? ആദ്യേ ഈ ചൊറിച്ചിലൊന്ന് തീരട്ടെ, എന്നിട്ട് വിളിക്കാം. പറഞ്ഞ നാക്കെടുത്തില്ല. അതിനു മുമ്പേ അയാളുടെ വിളി വന്നു. പൈസ തരാനായിരിക്കോടാ. ഫോൺ എടുത്ത് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ അവിടെ. ചൊറിയാനേ 2 കൈയൊന്നും പോരാ. നീ ആ സ്പീക്കറിലിട്. എന്താടാ? ഒരു പരുവായി സാറേ. കഴിഞ്ഞോ? ഇല്ല, ഞാനും സ്വാമിയും ഒരു പരുവായെന്ന് പറഞ്ഞതാ. ചൊറിഞ്ഞ് നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടോ? അയ്യോ, ഉണ്ടോന്നോ? സാറിനെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുന്ന വഴിക്കാ എനിക്ക് ചൊറിച്ചിൽ തുടങ്ങിയത്. ചൊറിച്ചിന് കാരണം എനിക്ക് ബൈക്ക് പോലും ഓടിക്കാൻ പറ്റുന്നില്ലെന്ന്. സ്വാമി എന്റെ അടുത്ത് നിന്ന് നിർത്താതെ ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ്. എടാ, എനിക്കും എന്റെ അമ്മയ്ക്കും അതേ അവസ്ഥയാടാ. അയ്യോ, ഞങ്ങള് ചൊറിഞ്ഞൊരു പരുവായി. എന്നാലും കാര്യം നടന്നല്ലേ സാറേ? ചൊറിഞ്ഞ് അതിന്റെ അച്ഛനും അമ്മയും ഇപ്പൊ നെഞ്ചത്തടിച്ച് കരയുമായിരിക്കും. ഒന്ന് ചുമ്മാ ഇടാ. നൂലുകെട്ടിന് പങ്കെടുത്ത് സദ്യയും കഴിച്ചിട്ട് ഒരുത്തി ഇവിടെ തിരിച്ചെത്തുകയും ചെയ്തു. കുഞ്ഞിന്റെ മുത്തശ്ശി. അപ്പൊ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല സാറേ? എന്റെ വായിൽ വല്ലാതെ വരുന്നേ. എടാ, ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞേ. കുഴപ്പം മുഴുവൻ കൊല്ലാൻ പോയവർക്കും ഞങ്ങൾക്കുവാ. ആ കള്ളസ്വാമി പണി പറ്റിച്ചെന്നാ തോന്നുന്നേ. അത് മാത്രം പറയല്ലേ സാറേ, ഞാൻ എല്ലാം കേട്ടോണ്ടിരിക്കുക. എന്റെ ഭസ്മം മൂക്കി കയറിയാലുണ്ടല്ലോ 10 മിനിറ്റിനുള്ളിൽ കുഞ്ഞ് ഠിം. എടാ, ഇപ്പൊ കുഞ്ഞല്ലടാ, ഞാനും എന്റെ അമ്മയാ ഇപ്പൊ ഡിമ്മായിരിക്കുന്നേ. നീയൊക്കെ ഇവിടത്തെ സ്വാമിയടാ. സാറേ, ഞാനിവിടെ നല്ലപോലെ ചൊറിഞ്ഞോണ്ടിരിക്കുക. അതിന്റെ കൂടെ ഇതുപോലുള്ള വർത്തമാനം പറയല്ലേ. പറഞ്ഞ നീ എന്ത് ചെയ്യൂടാ? എന്നെ ഭസ്മമാക്കി കളയൂടാ. എടാ, നിന്റെ ഭസ്മത്തിന് കാലെണ്ണയുടെ പ്രയോജനമില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായടാ. എടാ ഒട്ടുപാലേ, നീ ചൊറിച്ചിലൊക്കെ കഴിയുമ്പോ എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഓ ശരി സാറേ. അവനെ ഞാൻ മിക്കവാറും തൃശങ്കു സ്വർഗത്തിലിരുത്തും. ഒന്നും മിണ്ടാതിരിടോ, എനിക്കൊന്ന് ചൊറിഞ്ഞു എന്നാണ്. അപ്പൊ പിന്നെ എനിക്കാരും ചൊറിഞ്ഞു തരും. അയ്യോ, എനിക്ക് ചൊറിഞ്ഞിട്ട് സഹിക്കാന്നല്ലോ. നിനക്കിത് എവിടുന്ന് കിട്ടുന്നുണ്ടാ ഇതുപോലുള്ള ഇനങ്ങള്? എത്ര തവണയെന്ന് വെച്ചാ ഒരു കൊച്ചിനെ എങ്ങനെ ആശിപ്പിക്കുന്നത്? 1 2 തവണയാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. കഴിഞ്ഞ കൊറേ നാളായിട്ട് ഇത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്. ഒന്ന് ചൊറിയമ്മേ. കണ്ണനെ ലക്ഷ്മിയും കരയിക്കാനായിട്ട് ഇങ്ങനെ ഓരോന്നിനെ അങ്ങ് പറഞ്ഞു. എന്നിട്ട് നമ്മളും മാറിയിരുന്ന് കരയും. നമ്മുടെ കുഞ്ഞു ആ കള്ളസ്വാമിയുടെ ഭസ്മം ശ്വസിച്ച കുഞ്ഞു പോകുന്നൊക്കെ അവര് പറയുന്നേ. ഇപ്പൊ പോയല്ലോ. അവനെ പറഞ്ഞു വിട്ടാനും ഇപ്പൊ കുത്തിയിരുന്ന് ചൊറിയുമല്ലേ. ലക്ഷ്മിക്ക് ജനിച്ചതേ അവളെ പോലെ തന്നെ സാത്താന്റെ സന്തതിയാ. അല്ല പ്രതാപ, കുറച്ച് കഴിയുമ്പോ ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കുമായിരിക്കുമോ? ആ ഭസ്മം ശ്വസിച്ച ഒരു 5 മിനിറ്റിനുള്ളിൽ കാര്യം നടക്കുന്നൊക്കെയാണ് ആ കള്ളസ്വാമി പറഞ്ഞേ. കൊച്ചുങ്ങള് ശ്വസിക്കുവോടാ? പിന്നെ കൊച്ചുങ്ങൾ ശ്വസിക്കാതെ അവരെങ്ങനെ ജീവിച്ചിരിക്കുന്നേ? അതല്ലടാ മണ്ട, ഈ ഭസ്മം ശ്വസിക്കാൻ അതിന് പറ്റുമോന്നാ ഞാൻ ചോദിച്ചേ. അതൊന്നും എനിക്ക് അറിയത്തില്ല അമ്മേ. എന്തായാലും ഇനി ഇപ്പൊ കണ്ണനും മഹാലക്ഷ്മി മാത്രമല്ലേ ഒന്ന് ചോദിച്ചേ, അവരുടെ കുഞ്ഞിനെയും നമ്മൾ ഭയക്കണം എന്നാ തോന്നുന്നേ. പിന്നെ നൂല് കെട്ട് കഴിഞ്ഞ് കണ്ണൻ ലക്ഷ്മിയും കുഞ്ഞിനെയും കൊണ്ട് കമലേശ്വരത്തോട്ട് പോവില്ലേ, അത്രയും സമാധാനം. മോളാണെങ്കിൽ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയെന്നുള്ള വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കായിരിക്കും. പാവം. പുറം കൊണ്ടുപോയിട്ടെങ്കിലും കൊണ്ട് ഉരക്കട്ടെ. യോ